ഇല്ലെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുകയാണ്, ഇത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ വ്യാപരിക്കാൻ വേണ്ടിയല്ല, വ്യാപരിക്കുന്നു എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വ്യാപരിക്കാൻ വേണ്ടിയല്ല പൗലോസ് പ്രാർത്ഥിച്ചത്, വ്യാപരിക്കുന്നു എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ അറിഞ്ഞാലും നിങ്ങൾക്ക് ഗുണമുണ്ടോ? പുതിയ ഓർമ്മയൊന്നും കൊണ്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഓർമ്മ നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയാണ്. ഉദാഹരണമൊന്നും പൊട്ടി വരാനില്ല. എന്തിനാണ് നിങ്ങൾ കൈയടിക്കും, എന്തിനാണ് നിങ്ങൾ ജോലി പറയുമ്പോൾ ആകെ പറയുമ്പോൾ ഉദാഹരണമൊന്നും ആകാശത്ത് പൊട്ടി താഴോട്ട് വീഴാനില്ല. പൊട്ടി താഴോട്ട് വീണത് നിങ്ങളൊന്ന് കണ്ടാൽ മതി. അത് കാണാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പറയുക, ആരും ചോദിക്കുന്നു എന്നാ തെളിവ് തരത്തില്ല. അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു. അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിൽ വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും സകലവും അവനെ കാൽക്കീഴാക്കി വെച്ച് അവനെ സകലത്തിൽ തലയാക്കി വെക്കുകയും. ഹലോ, അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു. ഏത് ക്രിസ്തുവിൽ? വിശ്വസിച്ച് എന്റെ അവകാശം പിതാവിന്റെ കയ്യിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വസിച്ചു മരണത്തിന് വിധേയപ്പെട്ട ക്രിസ്തുവിൽ വ്യാപരിച്ചു. നിങ്ങൾ വിശ്വസിച്ചാൽ ഇപ്പൊ തന്നെ കൊണ്ടു. നമ്മൾ അവകാശം ആരെങ്കിലും പ്രാപിച്ചിട്ടുണ്ടോന്നാ ചോദിക്കുന്നേ, അല്ലെ? തെളിവ് ഉണ്ടെന്ന് തെളിവ് നടത്തില്ല. അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു. എങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു? ഇന്ന് എങ്ങനെ നിന്നിൽ വ്യാപരിക്കാൻ പോകുമോ അങ്ങനെ ക്രിസ്തുവിൽ വ്യാപരിച്ചു. ഇന്ന് എങ്ങനെ നിന്നിൽ വ്യാപരിക്കാൻ പോകുമോ അങ്ങനെയാണ് ക്രിസ്തുവിൽ വ്യാപരിച്ചു. അങ്ങനെയാണ് ക്രിസ്തുവിൽ വ്യാപരിച്ചത് എന്ന് സംഭവിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. ഭൂമിയിൽ ക്രൂശിച്ചവനെ സ്വർഗത്തിൽ തന്റെ വലതു ഭാഗത്ത്, സ്വർഗത്തിൽ വലതു ഭാഗത്ത് വാഴ്ച കൽപ്പിച്ചത് എല്ലാവരും പറഞ്ഞത് എല്ലാ വാഴ്ചക്കും ഈ ലോകം പരാജയപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ മാത്രമല്ല യേശുവിനത് വെളിപ്പെടണമെങ്കിൽ ഗ്യാരണ്ടി പറയുക. ലൈക്വൈസ് അതുപോലെ നിങ്ങൾ പുത്രന് അവകാശ കൈമാറ്റം നടത്തി സകലത്തിൽ അവകാശിയാക്കി വെച്ച് പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത, വിശ്വസിച്ച് പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനെ സകലത്തിൽ അവകാശിയാക്കി മാറ്റി എല്ലാത്തിനും മീതെ ഇരുത്തിയിട്ട് തെളിയിച്ചു. ഇവൻ അവകാശിയാ. അവനെ സർവത്തിന് മീതെ തലയാക്കി. അവനെ നിന്നെ അങ്ങനെ എങ്ങനെ അങ്ങനെ എങ്ങനെ എങ്ങനെ ഞാൻ ഇച്ചിരി കയറിയ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ നിങ്ങൾക്ക് പറ്റുമൊക്കെ പിടിക്കുക, അല്ലെ പിടിഞ്ഞു കൊടുത്തേ. കുറച്ച് കയറിയ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പോകാൻ പറ്റുമൊക്കെ പിടിച്ചാൽ അല്ല വീട്ടിൽ കളഞ്ഞാൽ. യേശു അത് ഉയർത്തെഴുന്നേറ്റ് സത്യമാണെങ്കിൽ ഇന്ന് നീ സൗഖ്യമാവും.
പ്രതീക്ഷ നഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് എന്റെ കർത്താവിനെ പൊക്കിയെടുക്കാൻ അന്നൊരു ശക്തി വ്യാപരിച്ചെങ്കിൽ സകല പ്രതീക്ഷ തീർന്ന നിന്നെ പോക്കാൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു. ഇങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ അന്ന് ഇങ്ങനെ ഇന്ന് അന്ന് ഇന്നലെ ദുബായ് വിശ്വസിച്ച യേശുവിന് വേണ്ടി വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വിശ്വസിച്ച യേശുവിന് വേണ്ടി അന്ന് വ്യാപരിച്ചു. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ഇന്ന് വ്യാപരിക്കും. വിശ്വസിക്കുന്ന യേശുവിന് വേണ്ടി അന്ന് വ്യാപരിച്ചു. അന്ന് വ്യാപരിച്ചു യേശുവിന് ഇന്ന് സംഭവിച്ചു. ഇന്ന് വ്യാപരിക്കുമ്പോൾ നിരക്കിലൊരു സംഭവിച്ചു. നിരക്കിലൊരു സംഭവിച്ചു. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവരുടെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നത് നിങ്ങൾ വസിക്കുന്ന നമ്മുടെ ആത്മാവിലേക്ക് നിങ്ങളുടെ മനുഷ്യരുടെ ജീവിതം നിങ്ങൾ തയ്യാറാണ്? ആര് പറയും? അന്നങ്ങനെ വ്യാപരിച്ചെങ്കിൽ ഇന്നെങ്ങനെ വ്യാപരിക്കും? അന്ന് അവിടെ ഇന്നിവിടെ. അന്ന് ക്രിസ്തുവിൽ ഇന്ന് എന്നില്ല. അന്ന് ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ അവൻ ഉയർന്നു. അവൻ പൊങ്ങി. എവിടുന്ന് മരിച്ചവരുടെ ഇടയല്ല. ഇന്ന് നിന്നിൽ വ്യാപരിക്കുമ്പോൾ നീ ഇത് നോക്കണത് യേശുവിനോട് പറയുന്നത് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തി അളവറ്റ വലിപ്പം. ആ സാധനമാണ് യേശുവിൽ വന്നത്. പീലാത്തോസിന്റെ അളവിനകത്ത് നിന്നില്ല. റോമ ഗവൺമെന്റിന്റെ അളവിനകത്ത് നിന്നില്ല. സകല അളവും പൂട്ടിച്ചോണ്ട് കണക്കൂടുതൽ പൂട്ടിച്ചോണ്ട് നിങ്ങൾ ഏറ്റെടുക്കണമേ. സകല അളവും പൂട്ടിച്ചോണ്ട്, സകല കണക്കൂട്ടലും പൂട്ടിച്ചോണ്ട്, സകല മുൻവിധിയും പൂട്ടിച്ചോണ്ട്, സകല ചിന്താഗതിയും പൂട്ടിച്ചോണ്ട് അതന്ന് പുറത്തു വന്നെങ്കിൽ ഇതുവരെ പുറത്തു വരും. ഇതുവരെ പുറത്തു വരും. സകല കണക്കൂട്ടലും മാറും, സകല ചിന്താഗതിയും മാറും. ഇതിന്റെ ചിന്തയ്ക്കകത്ത് കാര്യങ്ങൾ വയ്ക്കത്തില്ല. എന്നിൽ യേശുവിന്റെ അവകാശമുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരുത്തനെ തപ്പ് കൈതൊന്ന് അടിച്ചു കയറ്റാൻ വ്യാപരിപ്പിക്കാൻ എന്ന് പറഞ്ഞ് വ്യാപരിപ്പിക്കാൻ അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപനത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി, അവന്റെ ശക്തി ഇത്രയും വലുതാണെന്ന് വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി, അവന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ അന്ന് യേശുവിൽ സംഭവിച്ചത് ഇന്ന് ഇനി സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കാൻ പോകുന്ന ഒരു ശക്തി, ഏത് ശക്തി? യേശുവിനെ അന്ന് കിട്ടിയ ശക്തി. അങ്ങനെ കിട്ടിയ ശക്തി ഇന്ന് നിന്നെ പൊക്കാൻ വേണ്ടി സ്റ്റേജ് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പഠിപ്പിച്ച് വന്നാലേ മനസ്സിലാവുള്ളൂ. പക്ഷെ അത് അങ്ങനെ പഠിച്ചു പറഞ്ഞാൽ 6-7 മണിക്കൂർ വേണം. ജ്ഞാനം വെളിപ്പാട് രണ്ടും പറഞ്ഞ് ജ്ഞാനം ഒന്ന് ഭൗതിക ലോകം, രണ്ട് ആത്മീക ലോകം. ഭൗതിക ലോകത്തിൽ തകർന്നു, ആത്മീക ലോകത്തിൽ ഉയർത്തി. ആത്മീയ ലോകത്തിൽ തകർന്നു, ഭൗതിക ലോകത്തിൽ ഉയർത്തി. ഇങ്ങനെ അവൻ ഇവിടെ തകർന്നു, അവിടെ ഇരുത്തി. ആ കൺസെപ്റ്റ് അത് പഠിപ്പിച്ചു നോക്കിയപ്പോൾ ഭയങ്കര രസകരമായിട്ട് തോന്നുന്നു. അവൻ ഇവിടെ തീർന്നു, അവനെ അവിടെ ഉയർത്തി. ഇവിടെ വാഴ്ച, അവിടെ എല്ലാ വാഴ്ചയ്ക്കും മീതോട്ട്. ഇവിടെ കർത്തൃത്വം, എല്ലാ കർത്തൃത്വത്തിനും മീതെ. ഇവിടെ തല, ഇവിടെ കാല, അവിടെ തല. ഭയങ്കര നിങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് ചിന്തിച്ചാണല്ലോ നിങ്ങൾ ഞെട്ടിപ്പോകും. എന്റെ ദൈവമേ, ഇത്രയും വലുതാണോ വിശ്വസിക്കുന്നത്? എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവരുടെ ശക്തിയുടെ ഞാനവർ വിശ്വസിച്ച എനിക്ക് വേണ്ടി പോയി പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആ അളവറ്റ ശക്തിയോടെ വിശ്വസിച്ച്
അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് സ്വർഗത്തിൽ തന്നെ വലത്തുമാക്കി എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും മാത്രമല്ല വരുവാനുള്ളതിൽ വിളിക്കപ്പെടുന്ന സകല നാമത്തിനും മീതെ ഇരുത്തുകയും സർവ്വം അവന്റെ കാൽ കീഴാക്കി അവനെ സർവത്തിന് തലയാക്കി. ഹലോ, ഇത് പൊട്ടിക്കുന്നതാണോ? കോളേജ് തോട്ടിന്റെ പ്രത്യേകതയാണ്. സമയോട് കയറ്റി കണക്ട് ചെയ്ത് വെക്കും. വെളിയിൽ നല്ല നാട് കൊണ്ടുവന്ന് ചർച്ചയോട് കൂടെ കെട്ടിവെക്കും. അവനെ സകല നാമത്തിന് അത്യന്തം മീതെ ഇരുത്തുകയും ഇപ്പൊ നമ്മളെല്ലാവരും കാണുന്ന അത്യന്തം മീതെ ഇരുത്തുന്ന ക്രിസ്തു, ഇരുത്തിയിരിക്കുന്ന ക്രിസ്തു, സകലത്തിന് മീതെ ഇരുത്തിയിരിക്കുന്ന ക്രിസ്തു ഇതെല്ലാം സർവ്വത്തിനും അവനെ കൽക്കീടാക്കി വെച്ച് അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവരായ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തു. അവനെ എല്ലാം ആക്കി വെച്ചിട്ട് അവനെ സഭയ്ക്ക് കൊടുത്തു. ഹലോ, അവനെ തലയാക്കിയിട്ട് സഭയ്ക്ക് കൊടുത്തു. അവനെ അത്യന്തം ഇരുത്തിയിട്ട് സഭയ്ക്ക് കൊടുത്തു. എനിക്ക് തന്നു. അവന് ഞാൻ അവകാശമെല്ലാം കൂടെ കൊടുത്തു. നിനക്ക് തന്ന സഭ നിങ്ങൾ ഞാനും അറിയില്ലേ? നിങ്ങൾക്ക് എനിക്കും തന്നു, എനിക്കും തന്നു. ഏത് അവകാശം തന്നു? ഇതെന്താ സംഭവിക്കുന്നത്? ഇതെന്താ സംഭവിക്കുന്നത്? കണ്ണു തുറക്കുക, കണ്ണു തുറക്കുക. അവനിങ്ങനെ മൂലയ്ക്ക് താടിക്കും കൈ കൊടുത്ത് ഉറങ്ങിയിരിക്കേണ്ട ആളല്ലല്ലോ. എന്റെ പേർക്ക് എന്നെ എഴുതി വെച്ചിരിക്കുകയാണല്ലോ. കണ്ണു തുറക്കുക. കണ്ണങ്ങോട് തുറക്കുമ്പോഴത്തേക്ക് അവനങ്ങ് പറയാൻ തുടങ്ങേ, ഇത് മുഴുവൻ ശരീരമായി സഭയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് എന്റേതാ അല്ലേ? നിങ്ങൾ വായിച്ചു നോക്കി എന്ത് കാര്യം എഴുതിയിരിക്കുന്നത്? കർത്തൃത്വം, കർത്തൃത്വം, വാഴ്ച, അധികാരം ഈ ലോകത്തിൽ മാത്രമല്ല വരുമാനമുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും. ഒന്ന് ലിസ്റ്റ് ചെയ്യുന്നല്ലേ? ഈ ലോകത്തിൽ മാത്രമല്ല വരുമാനമുള്ളതിലും. ഇവിടുത്തെ അവകാശി അവിടുത്തെ അവകാശി. എന്നിട്ട് ഇവരെ മുഴുവൻ കൂടെ ആർക്ക് കൊടുത്തു? സഭയ്ക്ക് കൊടുത്തു. എനിക്ക് തന്നു. എനിക്ക് തന്നെ എന്നോട് പറയും ഇതെല്ലാം ഞാൻ ചെയ്തു, പക്ഷെ നീ ഒന്ന് കണ്ണു തുറന്ന് കാണും. കണ്ടാൽ ഇത് നിനക്ക് വേണ്ടി വ്യാപരിക്കട്ടെ. ഞാൻ ഈ ചെയ്തു വെച്ചത് നിനക്ക് വേണ്ടി വ്യാപരിക്കട്ടെ. കർത്തൃത്വം നിനക്ക് വേണ്ടി വ്യാപരിക്കട്ടെ. ശക്തി നിനക്ക് വേണ്ടി വ്യാപരിക്കട്ടെ. അധികാരം നിനക്ക് വേണ്ടി വിശ്വസിക്കുന്നവർക്ക് വരട്ടെ. അധികാരം നിനക്ക് വേണ്ടി വ്യാപരിക്കട്ടെ. ഇനിയുള്ള അടുത്ത മിനിറ്റുകൾ ഭയങ്കര ഹൈ ഫൈബറുകളായിട്ടുള്ള അനോയിന്റിംഗ് നിങ്ങളുടെ വ്യാപരിക്കാൻ പോവാം. ഭയങ്കര വ്യത്യസ്തമായ വിഷയങ്ങളുടെ വ്യാപരിക്കാൻ പോവാം. നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇതില്ല എന്നർത്ഥമില്ല. പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ നിലയിൽ നിങ്ങളുടെ പകരാൻ പോവുക. നിങ്ങൾ തയ്യാറാക്കൂ. ഇന്ന് അവന്റെ അവകാശത്തിന്റെ വലുപ്പമാണ് ഞാൻ ഇവിടെ ഇന്ന് അവന്റെ അവകാശത്തിന്റെ ഒരു വാക്കോട് പറയാം. ഇന്ന് സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടോ? സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടോ? പാപമൊഴികെ സകല നിറവ് സ്വർഗത്തിലുണ്ട്. എന്തെല്ലാം ഉണ്ടോ? സ്വർഗം എന്ന് പറഞ്ഞ സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടോ? സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടോ? ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ? ഏത് ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ? ഇത് മുഴുവൻ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. കൊടുത്തു, കൊടുക്കുകയും കൊടുക്കുകയും കൊടുക്കുമായിരിക്കും. കൊടുത്തു, കൊടുത്തു, പറഞ്ഞു കൊടുത്തു. It is finished. It is finished. Given. കൊടുത്തു കഴിഞ്ഞു, പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു, പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു, കൊടുത്തു കഴിഞ്ഞു, അറിഞ്ഞു കഴിഞ്ഞു, അറിഞ്ഞു കഴിഞ്ഞു. അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇത് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു ശക്തി വ്യാപരിക്കും. ഇത് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവരുടെ ശക്തിയുടെ അളവറ്റ വരുമ്പോൾ ശരീരങ്ങളെ ഒരുക്കി. ഇന്ന് നിങ്ങൾ ചോദിക്കുന്ന ഇവിടുത്തെ ഒരു സൗഖ്യം മാത്രമാണെങ്കിൽ അയ്യോ കഷ്ടം. വലിയ നീതിയെല്ലാം കൂടെ വെക്കുമ്പോൾ നിങ്ങൾ ഈ കൊച്ചു കാര്യങ്ങളും വലിയ നീതിയെല്ലാം കൂടെ വെച്ചിരിക്കുക. ഇന്ന് ക്ലാസ്സിലെ വെള്ളം വേണം, സ്കൂളിലെ വെള്ളം വേണം, കടല് വേണം.
ചില സ്പൂണും കൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും അറിഞ്ഞാൽ ഞാൻ പോയത് ആദ്യം സ്പൂണെല്ലാം ഇവിടെ കുറച്ച് കളഞ്ഞിരിഞ്ഞതാണ്. കടലിവിടെ കിടക്കുക. 10 സ്പൂണല്ല, 10,000 സ്പൂണല്ല. സ്കൂളിൽ കോഴിക്കോട് പോകാനൊന്നും വന്നവരെ ഇവിടെ ഇരിക്കണ്ട. ഇന്ന് പറഞ്ഞിട്ടേ പോകാവുള്ളൂ, ഇന്ന് പഠിച്ചെടുത്തിട്ടേ പോകാവുള്ളൂ. ഇത് നീ വിശ്വസിച്ചാൽ മതി. ഇത് നിനക്ക് വേണ്ടി വ്യാപരിക്കാൻ ഈ ഇൻഹെറിറ്റൻസിന്റെ ഈ അവകാശത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. മറ്റ് അവകാശങ്ങളെല്ലാം അവിടെ ഇരിക്കും, പക്ഷെ ഈ അവകാശം വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കും. ഈ അവകാശം മാത്രമേ വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുള്ളൂ. എന്ന് പറഞ്ഞ് ഈ അവകാശം വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കും. വ്യാപരിക്കും വ്യാപരിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ലേ? വ്യാപരിക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഉള്ളവർ പടരും, ഉള്ളവർ പടരും, ഉള്ളവർ പടരും. ഒരു സ്മെല്ല് പറയുന്നത് പോലെ ഒന്ന് നിങ്ങളുടെ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ അവകാശം പടരും. അത് വ്യാപരിക്കുക തന്നെ ചെയ്യും. ശരീരങ്ങളെ ഇപ്പോൾ ഒരുക്കുന്നതിനാണ് സ്തോത്രം. അവർ പ്രാപിക്കേണ്ട ആത്മമണ്ഡലത്തിലേക്ക് നീ അവരെ നടത്തുവാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്തോത്രം. വിശുദ്ധന്മാർ ഇനി അവതാര്യം പ്രാപിക്കുന്നവരല്ല. വിശുദ്ധന്മാർ ഇനി തലകുനിക്കുന്നവരല്ല. വിശുദ്ധന്മാർ ഇനി അവകാശത്തെ ക്ലെയിം ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ പൈതൃക സമൂഹത്തിൽ നാളുകളായി കീറി കളിക്കുന്ന എല്ലാ കുടികളപ്പുകാരെ ഇത് ഞങ്ങൾ കണ്ടുപിടിക്കും. എത്ര പേരെ കണ്ടുപിടിക്കാറില്ല. എന്റെ അപ്പൻ എനിക്ക് എഴുതി തന്ന സ്വത്തിനകത്ത് കീറി കളിക്കുന്ന സകല കുടികളപ്പുകാരെ ഇത് കണ്ടുപിടിക്കുക. അതിന് തന്നെ ഉണ്ടോ? അതിന് തന്നെ ഉണ്ടോ? അതിന് തന്നെ ഉണ്ടോ? അതിന് തന്നെ ഉണ്ടോ? നിങ്ങളുടെ ഫ്ലാറ്റിൽ നിങ്ങൾ വിലക്കെടുത്ത, നിങ്ങൾ വാടക കൊടുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വേറൊരാൾ വന്ന് താമസിക്കാൻ നിങ്ങൾ എന്ത് പറയും? താങ്ക് യു, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു, നിങ്ങൾ വന്നതിന് നന്ദി പറയുമോ? എന്ത് പറയും നിങ്ങൾ? നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ സ്തോത്ര സൂത്രത്തിൽ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ സ്ഥിതി മാറി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അവകാശത്തെ എടുത്ത് കൈവച്ചാൽ നിങ്ങൾ കയ്യൊക്കെ വീട് മടക്കി കഴിച്ചു നിങ്ങൾ അവരോട് പറയുക ഞങ്ങളായിക്കോട്ടെ. ആ തന്റെ ഇവിടെ കാണിച്ച ഒത്തിരി ഒരു പോയിന്റ് മാത്രമേ പറയാൻ ആഗ്രഹിച്ചുള്ളൂ. ആ പോയിന്റ് ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാനായിട്ട് പോവുക. എന്നിലുള്ള യേശുവിന്റെ അവകാശത്തിന്റെ വലുപ്പം എനിക്കൊന്നും അറിയാം. എന്നിലുള്ള യേശുവിന്റെ അവകാശത്തിന്റെ വലുപ്പം എനിക്കൊന്നും അറിയാം. തയ്യാറാണോ? തയ്യാറാണോ? ഓക്കെ, എന്നാ പ്രാർത്ഥിക്കാം. നമുക്ക് എന്തായാലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളത് ഇതിനകത്തുള്ള ബെനിഫിറ്റ്സ് ആണോ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളത്? അതോ പൈതൃക സമ്പത്തിന്റെ ആഴമാണോ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളത്? എന്നാ മരിച്ചുപോയ അപ്പൻ എഴുതി വെച്ച സ്വത്ത് മക്കൾ തമ്മിൽ കൂടി എനിക്ക് എന്നാ കിട്ടും എന്നാണോ? അതോ അത് മുഴുവൻ എനിക്കുള്ളതാണോ? അതിനകത്തുനിന്ന് തേങ്ങ വരച്ച് നിങ്ങൾക്ക് തൃപ്തരാകാൻ വേണമെങ്കിൽ, അതിനകത്തുനിന്ന് വേണമെങ്കിൽ വെള്ളം മോട്ടർ വെച്ച് അടിച്ച് നിങ്ങൾക്ക് തൃപ്തരാകാം. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് നിങ്ങളേതാക്കി വേണേ അത് മുഴുവൻ മാറ്റാം. ഇതാണ് തേങ്ങ പറിക്കും, ആരും തൃപ്തരാകും. ചേട്ടൻ പറയട്ടെ, അയ്യോ തേങ്ങ പറിക്കാനൊന്നും അല്ല ഞാൻ വന്നത്, ചെറുപ്പൊന്നും എനിക്ക് പോരാ, ഇത് മോട്ടർ എന്റേതാ.
കിട്ടുന്ന ഉന്നതി, അവർക്ക് കിട്ടുന്ന പ്രൊമോഷൻ, അവന് കിട്ടുന്ന നന്മ, ഇതൊക്കെ അവൻ ഇതുവരെ ചോദിച്ചു വരാത്തതുകൊണ്ട് ഞങ്ങൾ അവകാശപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴും അവന് പേര് തിരിച്ചറിയുന്നു. എന്റെ അപകരിച്ച് വെച്ചവരെ ഞാൻ തിരിച്ചറിഞ്ഞ എന്റെ അപ്പൻ എന്റെ പേര് എഴുതി വെച്ചതാ. ഞാനിപ്പോൾ പുറത്തെ പോകുന്നത്